ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പറ്റണില്ല എന്നിരിക്കട്ടെ, പരിവർത്തനത്തിനായി എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ഉള്ളിൽ ഈ പ്രാക്ടീസ് ഉണ്ടാക്കണം. ഞാൻ ശാന്തി നിറഞ്ഞ ഒരാത്മാവാണ്. ആദ്യം ഇത് നമ്മുടെ ചിന്താതലത്തിൽ നമ്മളെ സ്പർശിക്കണം. വളരെ ആഴത്തിൽ വളരെ ഡീപ്പായിട്ട് നമുക്ക് ഈ ഫീലിംഗ്, ഒരു സ്ട്രോങ് ഫീലിംഗ് ഈ ചിന്തയിൽ നിന്നുണ്ടാകണം. ഞാൻ ഈ നശിക്കുന്ന ശരീരമല്ല. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഒരു സ്ഥലത്ത് നമ്മൾ ഇരിക്കണം. കുറച്ച് സമയം നമ്മൾ നമുക്ക് വേണ്ടി കൊടുക്കണം. കാരണം എല്ലാ ചിന്തകളും നമ്മുടെ ഉള്ളിൽ ഡീപ്പ് ഫീലിംഗ് ഉണ്ടാക്കില്ല. ഞാനൊരു ശാന്തി നിറഞ്ഞ ആത്മാവാണ്. ഇത് വെറുതെ പറയാനോ വെറുതെ ചിന്തിക്കാനോ ഉള്ളതല്ല. മേലെ മേലെന്നുള്ള ചിന്തയിൽ ഡീപ്പ് ഫീലിംഗ് ഉണ്ടാവില്ല. ഡീപ്പ് ഫീലിംഗ് ഉണ്ടായി നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഡീപ്പ് ഇമോഷൻ അതിൽ നിന്ന് ഉണ്ടാകണം. ആ ഡീപ്പ് ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴേ അതിനനുസരിച്ചൊരു ഹോർമോൺ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുകയുള്ളൂ. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും നമ്മൾ നോക്കിയാൽ നമ്മുടെ ശരീരം തന്നെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് പോലെയല്ലേ പ്രവർത്തിക്കണേ. ഇപ്പോൾ ഒരു നായയെ കണ്ട ഓടാൻ അറിയാത്ത ഒരാളാണെങ്കിൽ പോലും, വെയ്യാത്ത ഒരാളാണെങ്കിൽ ഓടും. എന്താ കാര്യം? നായ എന്നെ കടിക്കാൻ വരണോ? ആ തോട്ട്, ഡീപ്പായിട്ട് ആ ഫീലിംഗ് ഉണ്ടാകുന്നതും നമ്മുടെ ഉള്ളിൽ ഒരു ഹോർമോൺ അങ്ങ് പ്രൊഡ്യൂസ് ആകും. അപ്പം നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഓടും. മരത്തെ കയറാത്ത ആളാണെങ്കിൽ ഒറ്റ ഓട്ടത്തിന് ചാടി കയറി മരം കയറും. പിന്നെ മരത്തിൽ നിന്ന് ഇറങ്ങി താഴെ വന്നതിന് ശേഷം പിന്നെ ഒന്ന് നമ്മളോട് ആ മരം കയറും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോലും നമുക്ക് കയറാൻ പറ്റില്ല. കാരണം എന്താ? നമ്മുടെ ബോഡിയിൽ ഓൺ ദ സ്പോട്ട് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ആയതാ. ആ പ്രൊഡ്യൂസ് ആയത് എങ്ങനെയാ? നമ്മുടെ ഡീപ്പ് തോട്ടിൽ നിന്ന്. നായ കടിക്കാൻ വരണു. അപ്പം രക്ഷാദൗത്യം, നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ആ ഹോർമോൺ തന്ന് നമ്മളെ ആക്ടിവേറ്റ് ആക്കുകയാണ്. ഇതേപോലെ നമ്മുടെ ഉള്ളിൽ ഏതെല്ലാം സ്വഭാവ സംസ്കാരങ്ങൾ, പൂർവജന്മത്തെ ആണെങ്കിലും ഈ ജന്മത്തെ ആണെങ്കിലും ആർജിച്ചെടുത്തതാണെങ്കിലും, ആ സ്വഭാവ സംസ്കാരങ്ങളെ പരിവർത്തനപ്പെടുത്താനും ആത്മാവിൻ്റെ ഉള്ളിൽ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് ബയോളജിക്കൽ സിസ്റ്റം, അതേപോലെ നമ്മൾ ഓരോ ആത്മാവിലും ഈ 7 ഗുണങ്ങൾ, സദോ ഗുണങ്ങളുടെ സംസ്കാരമുണ്ട്. അതുകൊണ്ടാണ് മാനവനെ സദോ ഗുണി എന്ന് പറയുന്നത്. അപ്പം ആ സദോ ഗുണി സംസ്കാരം നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് അതിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്താൽ നമുക്ക് നമ്മുടെ ഏത് പഴയ സ്വഭാവത്തെയും ശീലത്തെയും സംസ്കാരത്തെയും അത് എത്ര ഡീപ്പ് റൂട്ടിൽ കിടക്കുകയാണെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും.